ഫെഡറൽ ബാങ്ക് പല ഫിൻടെക് കമ്പനികളുമായിട്ടും ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് സ്കാപ്പിയ കാർഡ്, വൺ കാർഡ്, പിന്നെ 5 മണി ഡേ ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കാർഡുകളാണ്. അപ്പോൾ ഈ കാർഡുകളൊക്കെ ഇപ്പോൾ നിലവിൽ പുതിയതായിട്ട് ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നില്ല. RBIയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഫെഡറൽ ബാങ്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫെഡറൽ ബാങ്കിന് സ്വന്തമായിട്ട് ഒരു 3 ക്രെഡിറ്റ് കാർഡ് വേരിയന്റുകളുണ്ട്: സിഗ്നറ്റ്, സെലസ്റ്റ, ഇംപീരിയോ. ഈ 3 കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അത് തുടർന്നും പുതിയ കസ്റ്റമേഴ്സിന് എടുക്കാനായിട്ട് സാധിക്കും. 2023 ഏപ്രിൽ മുതൽ ഈ 3 കാർഡ് വേരിയന്റുകളും ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഫെഡറൽ ബാങ്ക് നൽകുന്നത്. പക്ഷേ പേഴ്സണലി എനിക്ക് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളോട് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനത് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ എന്നോട് ആരെങ്കിലും ഈ ഒരു കാർഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം പ്രത്യേകിച്ച് ഓഫേഴ്സോ കാര്യങ്ങളോ ഒന്നും ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്കില്ല. ജസ്റ്റ് ഫണ്ട് റോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു പർപ്പസിന് മാത്രമായിരിക്കും നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അല്ലാതെ വലിയൊരു ക്യാഷ് ബാക്ക് ബെനിഫിറ്റോ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള റിവാർഡ് പോയിന്റ് ബെനിഫിറ്റോ ഒന്നും ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം മാർക്കറ്റിൽ എത്രയോ നല്ല ക്രെഡിറ്റ് കാർഡുകൾ നമുക്കിപ്പോൾ ലഭ്യമാണ്. നിങ്ങളിൽ ആരെങ്കിലും ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഒരു കാർഡാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ കാർഡുകളൊക്കെ ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ലിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ ആക്സിസ് ബാങ്കിന്റെ കിവി കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. പിന്നെ ആക്സിസ് ബാങ്കിന്റെ തന്നെ നിയോ കാർഡ്, അതുപോലെ തന്നെ മൈസോൺ കാർഡൊക്കെ സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്യുമ്പോൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഡസെറ്റ് ബാങ്കിന്റെ റുപ്പേ പ്ലാറ്റിനം വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇതൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ടോപ്പിക്ക് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട ചാർജുകളാണ്. ഫെഡറൽ ബാങ്കിന്റെ കാർഡ് എടുക്കാനായിട്ട് പോകുന്നവരും അതുപോലെ തന്നെ എടുത്തവരും അറിഞ്ഞിരിക്കേണ്ട ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഫെഡറൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേംസ് ആൻഡ് കണ്ടീഷന്റെ പേജ് വരുന്നത്. ക്രെഡിറ്റ് കാർഡ് ടൈപ്പ് 3 കാർഡ് വേരിയന്റ് ആണ് ഫെഡറൽ ബാങ്ക് നൽകുന്നത്: സിഗ്നറ്റ്, ഇംപീരിയോ, സെലസ്റ്റ. ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് വരുന്നത് 47 ദിവസമാണ്. അപ് ടു 47 ദിവസം. ഇത് ഓരോരുത്തരുടെയും ബില്ലിംഗ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബില്ലിംഗ് സൈക്കിൾ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ബില്ല് വരുന്നതിന് തലേ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 48 ദിവസം കിട്ടില്ല. തുടർന്ന് ഒരു 18 ദിവസമൊക്കെ കിട്ടത്തുള്ളൂ. അതേസമയം ബില്ലിംഗ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അപ് ടു 47 ദിവസം കിട്ടും. സോ അത് ബില്ലിംഗ് സൈക്കിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ആ ഒരു കാര്യം ഓർക്കുക. പിന്നെ മിനിമം റീപേയ്മെന്റ് എമൗണ്ട് വരുന്നത് നമ്മളുടെ ബിൽ എമൗണ്ടിന്റെ 5%, മിനിമം 100 രൂപ പ്ലസ് GST ആണ് മിനിമം റീപേയ്മെന്റ് എമൗണ്ട് വരുന്നത്. പക്ഷെ അതൊരിക്കലും ചെയ്യാതിരിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് അടക്കാനുള്ള എമൗണ്ടിന് നമ്മൾ ഉയർന്ന പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ക്യാഷ് അഡ്വാൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് സിഗ്നറ്റ് കാർഡ് ആണെങ്കിൽ അതിന്റെ 10%, ടോട്ടൽ കാർഡ് ലിമിറ്റിന്റെ 10% കാർഡ് ക്യാഷ് അഡ്വാൻസ് ലിമിറ്റ് വരുന്നത്. ഇംപീരിയോ ആണെങ്കിൽ ലിമിറ്റിന്റെ 20%, സെലസ്റ്റ് ആണെങ്കിൽ 25%. പക്ഷെ അതും ചെയ്യാതിരിക്കുക. നമ്മൾ ATM വഴിയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ പലിശ കൊടുക്കണം. അതിന് പുറമെ നമ്മൾ ക്യാഷ് വിഡ്രോവൽ ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജും കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ജോയിനിങ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നറ്റ് 750 രൂപ പ്ലസ് GST, ഇംപീരിയോ 1500 രൂപ പ്ലസ് GST, സെലസ്റ്റ വേരിയന്റ് ആണെങ്കിൽ 3000 രൂപ പ്ലസ് GST. പക്ഷേ 2023 ഏപ്രിൽ 3 ശേഷം എടുത്തവരാണെങ്കിൽ ഈ ഒരു ജോയിനിങ് ഫീസ് ആപ്ലിക്കബിൾ അല്ല. ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. പിന്നെ ആനുവൽ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷവും സിഗ്നറ്റ് ആണെങ്കിൽ 750 രൂപ, ഇംപീരിയോ ആണെങ്കിൽ 1500 രൂപ പ്ലസ് GST, സെലസ്റ്റ ആണെങ്കിൽ 3000 രൂപ പ്ലസ് GST ആണ്. ഇതും ഏപ്രിൽ 3 ശേഷം എടുത്തവർക്ക് ബാധകമല്ല. അതിന് മുമ്പ് എടുത്തവർക്ക് ഈ ഒരു ആനുവൽ ചാർജ് ബാധകമാണ്. പിന്നെ കഴിഞ്ഞ വർഷം ഏപ്രിൽ 3 മുൻപ് കാർഡ് എടുത്തവരാണെങ്കിൽ ആനുവൽ ചാർജ് ബാധകമാണ്. പക്ഷെ അത് വേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. സിഗ്നറ്റ് കാർഡ് ആണെങ്കിൽ 70,000 രൂപ ആനുവലി സ്പെൻഡ് ചെയ്യണം. ഇംപീരിയോ ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ വർഷം 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തിരിക്കണം. സെലസ്റ്റ് ആണെങ്കിൽ 3 ലക്ഷം രൂപ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തിരിക്കണം. ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും. പക്ഷേ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അതൊന്നും തന്നെ കൗണ്ട് ചെയ്യില്ല. പിന്നെ ആഡ് ഓൺ കാർഡ് അവൈലബിൾ ആണ്. മാക്സിമം 4 കാർഡ് വരെ ആഡ് ഓൺ കാർഡ് ആയിട്ട് എടുക്കാം. പെർ കാർഡിന് 100 രൂപ പ്ലസ് GST ആണ് ആഡ് ഓൺ കാർഡിന്റെ ചാർജ് വരുന്നത്. പിന്നെ വരുന്ന ചാർജാണ് ഇൻട്രസ്റ്റ്. നമ്മൾ ഡ്യൂ വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലൊക്കെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് നൽകേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു ഇൻട്രസ്റ്റ് അഥവാ ആനുവൽ പെർസെന്റേജ് റേറ്റ് ഇതെന്ന് പറയുന്നത് 2 തരത്തിലാണ്. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കോമൺ ആയിട്ട് മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 3.49, ആനുവലി ആകുമ്പോൾ 41.88% ആണ്. ഇനി നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് എത്ര രൂപ കീപ്പ് ചെയ്തു അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആനുവൽ പെർസെന്റേജ് റേറ്റ് വരുന്നത്. ലാസ്റ്റ് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് 50,000 രൂപ
രൂപ താഴെയാണെങ്കിൽ ഈ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആനുവലി 41.88% ആണ്. മന്ത്ലി ആകുമ്പോൾ അത് 3.49% ആണ്. ഇനി 50,000 രൂപക്ക് മുകളിൽ 3 ലക്ഷം രൂപ വരെ നമ്മളുടെ അക്കൗണ്ടിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് വരുന്നത് ആനുവലി ആകുമ്പോൾ 32.28% ആണ്. മന്ത്ലി ആകുമ്പോൾ അത് 2.69% ആണ്. ഇനി 3 ലക്ഷം രൂപക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെ അക്കൗണ്ടിൽ ക്വാർട്ടർലി ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ പെർ മന്ത് നൽകേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് 1.69% ആണ്. ഇയർലി ആകുമ്പോൾ ഇത് 20.28% ആണ്. ഇനിയിപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നൽകേണ്ടി വരുന്ന ആനുവൽ ഇൻട്രസ്റ്റ് 8.28% ആണ്. മന്ത്ലി വരുമ്പോൾ ഇത് 0.69% ആണ്. പിന്നെ നമ്മൾ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പലിശക്ക് പുറമെ നൽകേണ്ടി വരുന്ന ക്യാഷ് അഡ്വാൻസ് ചാർജ് നമ്മൾ വിഡ്രോ ചെയ്ത എമൗണ്ടിന്റെ 2.5% മിനിമം 500 രൂപ പ്ലസ് GST ഈടാക്കും. സോ നമ്മൾ ATM വഴി 100 രൂപ വിഡ്രോ ചെയ്താൽ ഈ ഒരു ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 500 രൂപ പ്ലസ് GST നൽകേണ്ടതായിട്ട് വരും. അതിന് പുറമെ നമ്മൾ റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശയും കൊടുക്കേണ്ടതായിട്ട് വരും, അത് ഓർക്കുക. പിന്നെ ലേറ്റ് പേയ്മെന്റ് ചാർജ് വരുന്നത് നമ്മൾ റീപേ ചെയ്യാനുള്ള എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ്. 100 രൂപ താഴെയാണെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ചാർജ് ഇല്ല. 100 രൂപക്ക് മുകളിൽ 500 രൂപ വരെയാണെങ്കിൽ 100 രൂപ പ്ലസ് GST. 500 രൂപക്ക് മുകളിൽ 5000 രൂപ വരെയാണെങ്കിൽ 500 രൂപ പ്ലസ് GST. 5000 രൂപക്ക് മുകളിൽ 10000 രൂപ വരെയാണെങ്കിൽ 600 രൂപ പ്ലസ് GST. 10000 രൂപക്ക് മുകളിൽ 25000 രൂപ വരെയാണെങ്കിൽ 750 രൂപ പ്ലസ് GST. 25000 രൂപക്ക് മുകളിൽ 50000 രൂപ വരെയാണെങ്കിൽ 950 രൂപ പ്ലസ് GST. ഇനിയിപ്പോൾ 50000 രൂപക്ക് മുകളിലാണെങ്കിൽ 1000 രൂപ പ്ലസ് GST ലേറ്റ് പേയ്മെന്റ് ഫീസ് ആയിട്ട് ഈടാക്കുക. പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് എമൗണ്ട് അധികമായിട്ട് കാർഡ് കമ്പനികൾ അനുവദിക്കാറുണ്ട്. ഇങ്ങനെ നമുക്ക് അധികമായിട്ട് തരുന്ന ലിമിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കണം. ചാർജ് വരുന്നത് ഓവർ ലിമിറ്റ് എമൗണ്ടിന്റെ 2.5% പ്ലസ് GST, മിനിമം 500 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ ചെക്ക് റിട്ടേൺ ഓർ ഡിസോണർ ഓർ ഓട്ടോ ഡെബിറ്റ് റിവേഴ്സൽ ചാർജ് വരുന്നത് പേയ്മെന്റ് എമൗണ്ടിന്റെ 2%, മിനിമം 450 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ നമ്മൾ ബ്രാഞ്ച് വഴി ക്യാഷ് ഉപയോഗിച്ചാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് അടക്കുന്നതെങ്കിൽ 100 രൂപ പ്ലസ് GST ക്യാഷ് പേയ്മെന്റ് ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യുന്നതിന് ചാർജ് വരുന്നുണ്ട്. റിഡംഷൻ ചാർജ് ആയിട്ട് വരുന്നത് 99 രൂപ പ്ലസ് GST ആണ് പെർ റിഡംഷന്. പിന്നെ റെന്റ് പേയ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ 2023 ഏപ്രിൽ 1 മുതൽ ടോട്ടൽ ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ 1% ചാർജ് ആയിട്ട് ഈടാക്കും. പിന്നെ EMI ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് EMI ഇല്ലെങ്കിൽ കൂടി ട്രാൻസാക്ഷൻ നടത്തിയിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഈ ഒരു EMI ആയിട്ട് ഇടുവാൻ നേരത്ത് വരുന്ന ലോൺ പ്രോസസിംഗ് ചാർജ് മിനിമം ലോൺ എമൗണ്ടിന്റെ 1% ഇല്ലെങ്കിൽ 99 രൂപ, ഏതാണോ ഹയർ ആ ഒരു എമൗണ്ട് പ്ലസ് GST ഈടാക്കും. പിന്നെ നമ്മൾ EMI ഒക്കെ ഇട്ടിട്ട് കാലാവധി എത്തുന്ന മുമ്പ് മുൻകൂട്ടി നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർക്ലോഷർ ചാർജ് ഈടാക്കും. ഇത് വരുന്നത് നമ്മൾ ബാക്കി അടക്കാനുള്ള എമൗണ്ട് എത്രയാണോ അതിന്റെ 3% പ്ലസ് GST ആണ്. പിന്നെ ഫ്യൂൽ സർചാർജ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പീരിയോ അതുപോലെ തന്നെ സെലസ്റ്റ കാർഡ് ആണെങ്കിൽ 1% സർചാർജ് വേവ് ചെയ്ത് കിട്ടും. മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 400 രൂപക്കും മാക്സിമം ട്രാൻസാക്ഷൻ എമൗണ്ട് 5000 രൂപക്കും ഇടയിലായിരിക്കണം. ഒരു ബില്ലിംഗ് സൈക്കിളിൽ 150 രൂപ വരെയാണ് നമുക്ക് വേവ് ചെയ്ത് കിട്ടുക. പിന്നെ റീ ഇഷ്യൂ ഓഫ് ലോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോളൻ ഓർ ഡാമേജ്ഡ് കാർഡ് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. പിന്നെ ഔട്ട് സ്റ്റേഷൻ ചെക്ക് പ്രോസസിംഗ് ചാർജ് വരുന്നത് ചെക്ക് വാല്യൂ അപ് ടു 5000 രൂപ വരെയാണെങ്കിൽ 25 രൂപ പ്ലസ് GST. 5000 രൂപക്ക് മുകളിലാണെങ്കിൽ 50 രൂപ പ്ലസ് GST ഈടാക്കും. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്റർനാഷണൽ ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സൈറ്റുകൾ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുക, ആ ഒരു സമയത്ത് ഈടാക്കുന്ന ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഫീസ് സിഗ്നറ്റ് കാർഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഇമ്പീരിയോ കാർഡ് ആണെങ്കിലും 3.5% പ്ലസ് GST ആണ് ട്രാൻസാക്ഷൻ എമൗണ്ടിന്റെ. സിലസ്റ്റ കാർഡ് ആണെങ്കിൽ 2% പ്ലസ് GST ആണ്. ഡൈനാമിക് കറൻസി കൺവേർഷൻ ചാർജ് വരുന്നത് സിഗ്നറ്റ് കാർഡിൽ 3.5% പ്ലസ് GST, ഇമ്പീരിയോ കാർഡിൽ 3.5% പ്ലസ് GST, സിലസ്റ്റ കാർഡ് ആണെങ്കിൽ 2% പ്ലസ് GST ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അപ്പോൾ ചാർജുകളൊക്കെ മനസ്സിലാക്കുക, കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി